ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവും പൈതൃകം പഠന കേന്ദ്രം ഡയറക്ടർ ശ്രീ ഡോക്ടർ വിജയരാജ് സാറിനും മറ്റെല്ലാ ആത്മസഹോദരങ്ങൾക്കും ഗുരുദേവ നാമത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യവംശത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സംഭാവന അവിടുത്തെ കൃതികൾ തന്നെയാണ്. സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമായി 60-ലധികം കൃതികൾ മഹാഗുരു നമുക്കായി രചിച്ചു തന്നിട്ടുണ്ട്. 33 സ്തോത്രകൃതികൾ, 10 ദാർശനിക കൃതികൾ, 12 സാരോപദേശ കൃതികൾ, 2 തർജിമകൾ, 5 ഗദ്യകൃതികൾ. തൃപ്പാദങ്ങൾ നമുക്കായി രചിച്ചു തന്ന 10 ദാർശനിക കൃതികളിലൊന്നായ അദ്വൈത ദീപിക എന്ന കൃതിയാണ് ഞാനിവിടെ പ്രബന്ധമായി അവതരിപ്പിക്കുന്നത്. അദ്വൈത ദീപിക എന്നാൽ അദ്വൈതത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. അദ്വൈതം എന്ന വാക്കിന് രണ്ടില്ലാത്ത അവസ്ഥ എന്നാണ് അർത്ഥം. അദ്വൈത സിദ്ധാന്തത്തെ സമഗ്രമായി പ്രതിപാദിച്ച് പരമമായ സത്യത്തെ പ്രകാശിപ്പിക്കുന്ന വേദാന്തസാര പ്രധാനമായ ഒരു കൃതിയാണ് അദ്വൈത ദീപിക. 19 പദ്യങ്ങളുള്ള മലയാളത്തിൽ രചിച്ചിരിക്കുന്ന കൃതിയാണിത്. 1000 പേരായും പ്രതിഭയായും വിഷയങ്ങളായും വിരിഞ്ഞു വിലസുന്ന ഈ പ്രപഞ്ചത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് സങ്കല്പകൽപ്പിതമായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ജഡത ഈ കൃതിയിലൂടെ ഗുരുദേവൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഏതൊരു പ്രപഞ്ച ഘടകത്തെയും അവയവങ്ങൾ എന്ന നിലയിൽ പിരിച്ചു ചെന്നാൽ ഒടുവിൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ല എന്ന അവസ്ഥയിൽ എത്തിച്ചേരും. ശുദ്ധബോധം ഇല്ലായ്മ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടെന്ന തോന്നൽ ഉണ്ടാകുന്നത്. ശുദ്ധബോധമുണ്ടായാൽ ഈ പ്രപഞ്ചം ഇല്ലാതാവുകയും ബോധാനന്ദഘനമായ ആത്മാവ് മാത്രം തെളിഞ്ഞ് പരിലസിക്കുകയും ചെയ്യും. ഇങ്ങനെ വേദാന്ത സിദ്ധാന്തങ്ങളെ ഉദ്ധരിച്ചും തത്വവിചാരം ചെയ്തും അദ്വൈത സത്യത്തെ മറനീക്കി പ്രകാശിപ്പിച്ചു തരുന്ന ഉപനിഷത്ത് സമമായ ഒരു കൃതിയാണ് ഗുരുദേവൻ്റെ അദ്വൈത ദീപിക. വസന്ത തിലകം എന്ന വ്രതത്തിലാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. അദ്വൈത ദീപികയുടെ 1-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. പേരായിരം പ്രതിഭയായിരമിങ്ങിവറ്റിലാരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഓരായികിൽ നേരിതുകിനാവുണരും വരയ്ക്കും നേരാമുണർന്നളവുണർന്നവ നാമശേഷം. പേരായിരം പ്രതിഭയായിരമിങ്ങിവറ്റിലാരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഓരായികിൽ നേരിതുകിനാവുണരും വരയ്ക്കും നേരാമുണർന്നളവുണർന്നവ നാമശേഷം. നേരാമുണർന്നളവുണർന്നവ നാമശേഷം. അതായത് എണ്ണമറ്റ നാമരൂപങ്ങൾ, ഇവയോടൊപ്പം ആയിരക്കണക്കിന് വിഷയവസ്തുക്കൾ ഉയർന്നു വരുന്നു. ഇതാണ് പ്രപഞ്ചം. പേരായിരം പ്രതിഭയായിരമിങ്ങിവറ്റിലാരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഓരായികിൽ നേരിതുകിനാവുണരും വരയ്ക്കും നേരാമുണർന്നളവുണർന്നവ നാമശേഷം. യാഥാർത്ഥ്യം അന്വേഷിക്കാതിരുന്നാൽ ഈ പ്രപഞ്ചാനുഭവം സത്യമാണെന്ന് തോന്നും. സ്വപ്നത്തിൽ കണ്ടവയൊക്കെ ഉണരുന്നത് വരെ നേരാണെന്ന് തോന്നുന്നത് പോലെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നത്തിൽ കണ്ടതെല്ലാം താൻ തന്നെയായിരുന്നു എന്നറിയും. ഇതാണ് അദ്വൈത ദീപികയുടെ 1-ാമത്തെ ശ്ലോകത്തിലൂടെ മഹാഗുരു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പരമമായ സത്യം ഒന്നേ ഉള്ളൂ. ഇവിടെ പലതായി കാണുന്നതെല്ലാം നശ്വരവും അതുകൊണ്ട് തന്നെ പരമാർത്ഥ സത്യം ഉൾക്കൊള്ളാത്തതുമാണ്.